ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആരുമല്ല കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വരും കമൻസ്, പിന്നെ നീ വേഗം അധികം വൈകാണ്ട് നീ എന്താ പറയുക പർദ്ദയിടുന്നോ അല്ലെങ്കിൽ മുസ്ലിം ആവുന്നോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുസ്ലിമായ മാത്രമേ പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ ന്യൂസ് അറിഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആരുമല്ല. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, എൻ്റെ ആരുമല്ലാഞ്ഞിട്ടും നമുക്കത് ഫീൽ ആവുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാനും നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ മരിച്ച ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കുകയേ ചെയ്യുള്ളൂ. അല്ലാതെ ആ ആള് മരിച്ചത് മുസ്ലിമിലെ, നീ എന്തിനാടി പ്രാർത്ഥിക്കുന്നത്, നിന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ആരും അല്ലാഞ്ഞിട്ടും എനിക്കിത് വേദനിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ ഒരു മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പലസ്തീൻ മണ്ണിനോട് കൂറ് കാണിച്ച ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരാണ് സലാൽ അൽ സഫ്രി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ പലസ്തീനിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും പലസ്തീനിലെ മണ്ണിനോട് നിൽക്കുമ്പോഴും ഒക്കെ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാന്ന് അറിയില്ലല്ലോ, അത്രത്തോളം ഇഴുകി ചേർന്നുകൊണ്ടായിരുന്നു ഓരോ ദുആയും അദ്ദേഹം ഓരോ ആയത്തുകളും ഊതുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരു ആയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വീഡിയോ ഞാൻ കാണുന്നത് യാദർച്ഛികമായിട്ട്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി അത്രത്തോളം എനിക്ക് സങ്കടമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോസുകൾ, പിന്നെ ഒരു കുട്ടി ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ അദ്ദേഹം പലസ്തീനിലെ വെടിനിർത്തലാക്കിയ ഈ ഒരു യുദ്ധം നിർത്തലാക്കാനുള്ള അല്ലെങ്കിൽ വെടിനിർത്തലാക്കാനുള്ള ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം അറിഞ്ഞ സമയത്തുള്ള ഒരു സന്തോഷം അതൊക്കെ പ്രകടിപ്പിക്കുന്ന, അങ്ങനെ ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന വീഡിയോ അവരിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരണമടഞ്ഞു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നീ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്? അവർ മരിച്ചു, നീ എന്തിനാണ് പലസ്തീന് വേണ്ടി സംസാരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ സലാൽ അൽ സഫ്രീനെ കുറിച്ച് നീ എന്തിനാണ് സംസാരിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ താഴെ കമന്റ് ഇടാൻ വരും. ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരെ, നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാറിക്കൊള്ളുക. ഇത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ച കുട്ടികൾ, എൻ്റെ മകളുടെ പ്രായവും എൻ്റെ മകന്റെ പ്രായവും എൻ്റെ അമ്മയുടെ പ്രായവും എൻ്റെ അച്ഛന്റെ പ്രായമുള്ള ആളുകളാണ് ആ പലസ്തീനിലുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ശബ്ദം ഉയർത്തിയ അല്ലെങ്കിൽ അവരുടെ ദയനീയാവസ്ഥകളെല്ലാം പബ്ലിക്കിന്റെ മുന്നിൽ എത്തിച്ച ആളാണ് ശരിക്കും സലാൽ അൽ സഫ്രി. അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിന്നെ കൊല്ലുകയായിരുന്നു, ഇല്ലാതാക്കുകയാണ്, കിഡ്നാപ്പ് ചെയ്ത് അദ്ദേഹത്തിനെ ഇല്ലാതാക്കി ഒരു സ്ഥലത്ത്, ഒരു വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഈശ്വര, എനിക്ക് തന്നെ എന്തോ പോലെയായി. എന്നിട്ട് ഞാനത് അറിയുന്ന 1-2 ആളുകളടുത്ത് ഞാൻ ചോദിച്ചു ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ അത് അള്ളാഹുവിന് അള്ളാഹുവിന് നന്ദി അറിയിക്കുന്നു, മരിക്കുന്നത് വരെയും ദൈവത്തിനോട് എത്രത്തോളം അടുക്കാൻ പറ്റുന്നോ അത്രത്തോളം അടുത്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ ഒരു വിഷയം ഇപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, ഇപ്പോൾ പലസ്തീനിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമല്ല അവർക്ക് സങ്കടമായിട്ടുള്ളത്. ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ട്. പല രാജ്യക്കാരും അദ്ദേഹത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അത്രത്തോളം അദ്ദേഹം എല്ലാവരും മനസ്സിൽ ഇടം പറ്റിയെന്നാണ്. ഇപ്പൊ ഞാൻ കണ്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ, അത് ആദ്യം കാണാം. الحمد لله الحمد لله الحمد لله دائما الحمد لله. شكرا يا رب، شكرا يا رب، شكرا يا رب. الحمد لله جت على يديك. قول يا رب يا رب يا رب يا الله يا الله يا الله.
وقف الحرب يا الله. يا رب وقف الحرب يا الله. തന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അത്രയും മക്കൾക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് പോരാടിയ എല്ലാ ആളുകൾക്കും, മരണപ്പെട്ടു പോയ ആളുകളുണ്ട് ഒരുപാട് പേര്. അവർക്കൊക്കെ നിത്യശാന്തി ലഭിക്കണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. അതിപ്പം വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ മനുഷ്യനായാൽ മതിയല്ലോ ആ മനുഷ്യനെ തിരിച്ചറിയാനായിട്ട്. എന്തായാലും പലസ്തീന്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി അവിടെ വെള്ളം എത്തിക്കുകയും ഭക്ഷണം എത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അവരെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾക്ക് മുലപ്പാല് വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. ഇങ്ങനെ വേണം സമൂഹമായാല്, ഇങ്ങനെ വേണം മനുഷ്യരായാല്, ഇങ്ങനെ വേണം എല്ലാ ആളുകളും ഇങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ഇത് നമ്മളുടെ അവിടെയല്ല, അത് അവിടെയാണ്, നമുക്കൊരു വിഷയമല്ല, എന്തിനാണ് നീ അവരുടെ വീഡിയോ ചെയ്യുന്നത്, നിനക്കെന്താ അത്രയ്ക്ക് പൂതിയാണോ അവരുടെ കൂടെ ജീവിക്കാനായിട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് വെറുപ്പല്ല, എനിക്ക് വേറൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.